ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ആവിയിൽ വേവിച്ചതാണ്. അപ്പോൾ ആവിയിൽ വേവിച്ച മധുരം ഇല്ലാത്ത ഒരു സ്നാക്കിന് യൂട്യൂബിൽ തപ്പിയപ്പോൾ കിട്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ സ്നാക്സിൽ ഹെൽത്തി ഓപ്ഷൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു മാവ് ഉണ്ടാക്കണം. അരിപ്പൊടിയിൽ ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് 2 ചെറിയ ഉള്ളി, കുറച്ച് വലുതാണ്, പിന്നെ അതിലേക്ക് 2 വെള്ളുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും ഒന്ന് ചതച്ചിട്ട് ഈ മാവിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പിടുക. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാവ് മിക്സ് ചെയ്യുക. അപ്പോൾ പത്തിരിക്കൊക്കെ നമ്മൾ കുഴക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണം മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളച്ച വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ചൂടുവെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളതിനെ മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ഈ ഒരു പാകത്തിന് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് അതിനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾ അതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ അതിനൊരു ചീനച്ചട്ടി വെച്ച് അത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇടുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു 2 ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ടാണ് ചതച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കുക. ഇനി നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് വെന്ത് വന്നാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിങ് റെഡി ആയതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു വാഴയില എടുക്കുക. അതിന് നമ്മൾ തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ, അതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വാഴയിലയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ച് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങിനെ നിറച്ച് കൊടുക്കുക. ഫില്ലിങ്ങിനെ നിറച്ചതിന് ശേഷം അതിനെ മടക്കിയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വാഴയില ഇല്ല എന്നുള്ളത് കൊണ്ട് ആരും ഇതുണ്ടാക്കാതിരിക്കേണ്ട. നമുക്ക് നമ്മുടെ ചോളം ഉണ്ടല്ലോ, ചോളത്തിൻ്റെ പുറത്തൊരു കവർ പോലെയുള്ള ഒരു സാധനം ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ആ ഇല പോലെയുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് വാഴയിലക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വാഴയില വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇതുപോലെ ചോളത്തിൻ്റെ ഇല വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അത് വളരെ ഉപകാരമായിരിക്കും. അവർക്ക് വാഴയില കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനി ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റോളം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇല ഉണ്ടല്ലോ, ഇലയുടെ ഒരു സൈഡ് പതുക്കെ ഇങ്ങനെ മാറ്റി നോക്കുക. അപ്പോൾ അത് വെന്തിട്ടുള്ളതാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കതുകൊണ്ട് ഒട്ടാതെ കിട്ടും. അപ്പോൾ അതാണിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മാർഗ്ഗം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.